ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോ ഇന്നത്തെ ദിവസം ഇടുന്നു. എന്തോ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ജാനുവരി 1 തന്നെ ഇടണമെന്ന്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം രാത്രി എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് കാണിക്കാറാണ് പതിവ്. സംഭവം ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും വോയിസ് ഓവർ കൊടുക്കുകയും എന്താ പറയുക അപ്ലോഡ് ചെയ്യുകയും ചെയ്തത് ഇന്നാണ്, ജാനുവരി 1. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കതൊരു ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മൾ കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ യാത്രയുടെ ബാക്കി തുടരാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 5-5:30 ആയപ്പോഴാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ തോമുന് ഞാൻ പറഞ്ഞില്ലേ, ചാക്കോച്ചന് ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് പനിക്കണമെന്ന്. അപ്പോൾ ഇന്നാന്ന് വെച്ചാൽ അവരിപ്പോൾ അതേ കോട്ടയത്തേക്ക് പോയേക്കാണ്. അപ്പോൾ ഞാൻ കോട്ടയത്ത് പോയതിന് ശേഷം പറയാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവരവിടെ എത്തി, സുഖമായിട്ട് അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു. വിഷയിൽ എല്ലാം കഴിഞ്ഞു. തിരിച്ച് ഇവിടുന്ന് ഡിംപിളും പാച്ചും അങ്ങോട്ട് വിഷ് ചെയ്തു. ഒക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ രാവിലത്തെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നാളെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോയെന്നും എന്താണെന്നുള്ളത് പറയാനായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചനും ഡിവൈനും വന്നില്ല. അപ്പോൾ ഡിവൈൻ ഓൾറെഡി ഞായറാഴ്ച മറ്റേ ക്രിസ്മസിൻ്റെ അന്ന് പുൽക്കൂടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാവുന്ന അത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, മമ്മി എന്തായാലും അത് കണ്ടിരിക്കണം. ഞാനന്ന് ഈ പറഞ്ഞ പോലെ ഭക്ഷണം സാധനങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന കാരണം അതിൻ്റെ ഭംഗി പോലെ കേടാവാണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ കാലത്തൊട്ട് വയ്യാണ്ട് ഇങ്ങനെ കെട്ടി നിൽക്കല്ലേ, ഒരു പരിപാടിക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ വല്ലാണ്ട് വയ്യാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുൽക്കൂട് കാണാനൊന്നും പോവാഞ്ഞത്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു അതെന്ത് തന്നെയായാലും കാണണം. പിന്നെ ഒരു ഹാർഫെസ്റ്റ് നടക്കുന്നുണ്ട് തൃശ്ശൂർ, അതും എന്ത് തന്നെയായാലും കഴിഞ്ഞ ഇത് 3-ാമത്തെ വർഷം അങ്ങോട്ടപ്പോൾ തൃശ്ശൂർ നടക്കുന്നത്. പക്ഷേ ഞാൻ ഒറ്റ വർഷവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും എന്ത് ഇതുപോലത്തെ വനിതാ എക്സിബിഷൻ എന്ത് വന്നാലും ഞങ്ങൾ അവിടെ 4 പേരും പോവാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആദ്യം തോമുൻ്റെ പ്രസവം, രണ്ടാമത് ഡിംപിളുടെ നമ്മുടെ പാച്ചുവിൻ്റെ പ്രസവം, പിന്നെ വീണ്ടും ചാക്കോച്ചൻ്റെ പ്രസവം, അങ്ങനെ വന്നപ്പോൾ നമ്മൾക്ക് ഈ യാത്രകളൊക്കെ മുടങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെപ്പോഴും 4 ആൾ പോയിരുന്ന 4 ആളല്ല 6 ആൾ തന്നെ പോയിരുന്ന യാത്രകൾ ചാക്കോച്ചൻ വന്നതിന് ശേഷം വളരെ കുറവാണ്. കാരണം അവനങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകാനും പറ്റില്ല, എന്നാൽ നിർത്തി പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ വീട്ടിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഞാനും ഡാഡി ഇരുന്നിട്ട് കുട്ടിയെ നോക്കുക, അല്ലെങ്കിൽ അവനെ അക്കീരെ വീട്ടിലാക്കുക. ഇന്നിപ്പോൾ ഡിവൈൻ വീട്ടിലിരുന്നു, കാരണം ഡിവൈൻ ഓൾറെഡി പുൽക്കൂടൊക്കെ കണ്ടു എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാർഫെസ്റ്റിനാണ് ഫസ്റ്റ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക മിസ്സായി, അത്ര വലിയ സംഭവമാണ് അത് കാണാണ്ടിരുന്നത്. ഭയങ്കര നഷ്ടമായി എന്നൊന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡിവൈനോട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പ്രത്യേകിച്ച് കൊച്ചിനെ അവിടേക്ക് തീരെയും കൊണ്ടുവരാനും പറ്റില്ലല്ലോ, പിന്നെ ഇന്ന് യാത്രയും കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഫസ്റ്റിൽ കയറി. അപ്പോൾ 100 രൂപ അങ്ങോട്ടാണ് കേട്ടോ എൻട്രൻസ് ഫീ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കയറി. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ ടോൾമാൻ കണ്ടു, ജോക്കർ. അപ്പോൾ നമ്മുടെ തോമുന് ഭയങ്കര സംശയങ്ങളായിരുന്നു ജോക്കറിനെ കണ്ടപ്പോൾ. അവൻ ഈ കാർട്ടൂണൊക്കെ ഫുൾ കാണുന്ന കാരണം അവന് ജോക്കറിനെയൊക്കെ കാണാപ്പാടം. അവൻ കാണുമ്പോഴേക്കും പറഞ്ഞത് ഈ ജോക്കർ എന്ന് പറഞ്ഞു. എന്നിട്ട് ജോക്കറിനോട് ചോദിക്കുന്നത് ജോക്കറിൻ്റെ ഡാഡി എവിടെയാണ്, ജോക്കറിൻ്റെ മമ്മി എവിടെ. അവന് ഒരു കൗതുകം, ജോക്കറിൻ്റെ ഡാഡിയും മമ്മിയൊക്കെ ഇതുപോലെ പൊക്കത്തിൽ തന്നെയാണോ എന്നൊരു സംശയം. അവന് സംശയങ്ങളും ചോദ്യങ്ങളും കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ. അങ്ങനെ അവിടുന്ന് കണ്ട് അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവരുടെ എന്താ പറയുക അവരുടെ ഫേവറേറ്റ് സ്പൈഡർമാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, തോമു ഓടിപ്പോയി 2 പേരും കൈയൊക്കെ കൊടുത്തു ഫോട്ടോസൊക്കെ എടുത്തു. അവർക്ക് 2 പേർക്ക് പാച്ചുവിന് അത്രയ്ക്ക് അങ്ങോട്ടില്ല, തോമുവിന് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ അവന് എന്താ പറയുക ഭയങ്കര ജീവനാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ വേറെ ഒരു ഇതുണ്ട്. എനിക്ക് ആ ഫിഗറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കണ്ടറിയായിരിക്കും, വലിയവർക്കൊക്കെ എനിക്കെന്തോ വലിയ പരിചയമില്ലാത്ത ഒരു ഫിഗറാണ്. അപ്പോൾ അവിടെയും പോയിട്ട് നിന്ന് അത് ഇത്തിരി പേടിയുണ്ടായിരുന്നു കുട്ടികൾക്ക് കേട്ടോ. കത്തിയും അതും ഇതൊക്കെ കണ്ടപ്പോൾ രൂപം അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ ഇങ്ങനെ പോയി ഓരോ ഭാഗങ്ങളും നോക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നുണ്ട്, ഇന്നലെ അതോ ഇന്ന് ഉണ്ടണാവോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും, പിന്നെ സ്റ്റാളുകളിലൊന്നും ആരുമില്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞ്. പിന്നെ ഇന്ന് ഗാനമേള എന്തോ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഓർക്കസ്ട്രയുടെ ആ ഇതിലേക്ക് വേണ്ടിയിട്ട് ആ സമയം കണക്കാക്കിയിട്ട് എല്ലാവരും വരണേന്ന് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ സമയമായപ്പോഴേക്കും കണ്ടമാനം ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു.
അങ്ങനെ ദേ നമ്മളുടെ അവിടുത്തെ ഒരു സ്റ്റോളാണ് ബുക്ക് സ്റ്റോൾ കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഒരുവിധം പുസ്തകങ്ങളൊക്കെ കുട്ടികളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല, അവർക്കും വലിയ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ എണ്ണയുടെ വെളിച്ചെണ്ണയുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെനിക്കൊരു കൗതുകം തോന്നിയൊരു സ്റ്റോളാണ്, മറ്റേ പെറ്റ്സിനുള്ള ബോ മാത്രം. അങ്ങനെ ദേ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മളുടെ ഇവിടെ ഒരു റൗണ്ടായിട്ടുള്ളൊരു സ്റ്റേജിൽ നല്ല ഒരു റൊമാൻറ്റിക് ഡാൻസ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ദൂരെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും സ്റ്റേജ് ഷോ കണ്ടാൽ അതെൻ്റെ ഒരു വീക്ക്നെസ്, അവിടെ നിന്നൊന്ന് കാണുക എന്നുള്ളത് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുറേ സ്റ്റേജുകൾ എക്സ്പീരിയൻസ് ചെയ്ത കാരണം നമുക്കതിൻ്റെ പിന്നിലുള്ള എഫേർട്ടും ഓഡിയൻസ് കുറഞ്ഞാലുള്ള വിഷമമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ ഇഷ്ടം. അപ്പോൾ പിന്നെ അടുത്തത് വന്നത് കുട്ടിപ്പട്ടാളങ്ങളാട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. 4 പേരാണ്, അവരുടെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ അസലായിരുന്നു. അങ്ങനെ ഞാനത് കണ്ട് തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സിലായോ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എന്നാൽ അതും കൂടി ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കുട്ടികളുടെയും കണ്ടു. തൃശ്ശൂരുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും, അതോ ഇനി ഏതെങ്കിലും ടീം പുറത്തുനിന്ന് ആവാൻ വഴിയില്ല, തൃശ്ശൂർക്കാരുള്ള നിലയ്ക്ക് അതുതന്നെ ആയിരിക്കാനാണ് വഴി. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു, മറ്റേ ഐസ്ക്രീം സ്റ്റോളുകൾ, ജ്യൂസുകൾ, പലതരം പിന്നെ ഭക്ഷണം സാധനങ്ങൾ. നമ്മളുടെ മോഹനേട്ടൻ്റെ ചായക്കട ഞാൻ കാണിച്ചു തരാം, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഇവിടെ കോണാണ് വാങ്ങിയത് കേട്ടോ. കണ്ടോ ഫുഡ് കോർട്ട് കണ്ടോ, നിറച്ച് ഫുഡിൻ്റെ ഏരിയ തന്നെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡോണനോട് ചോദിച്ചു അവിൽ മിൽക്ക് വേണോ, മസാല ദോശ വേണോ, പലതരം ദോശകളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു വെറൈറ്റി മസാല സോഡ എന്ന് പറഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ ഡോൺ പറഞ്ഞു എന്നാൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സോഡയിൽ എന്തോ ഒരു മസാല ഒഴിച്ചിട്ട് തരികയാണ് ചെയ്തത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. പാലക്കാട്ടുകാരുടെ ഫേവറേറ്റാണെന്ന് പറഞ്ഞത്. ഏകദേശം സോഡയിലും ഇവിടെ എന്താ പറയുക മോര് ഒഴിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ മോരായിരിക്കില്ല മസാല എന്നും പറയണ്ട. പക്ഷെ എന്തായാലും ഒരു വട്ടം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കുടിച്ചാൽ മതി. ഒരെണ്ണം മുഴുവൻ ചിലപ്പോൾ കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ ഈ ഒരെണ്ണം വാങ്ങിയിട്ട് 4 ആളും ഓരോ കവിള് കുടിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവർ എന്താണെന്നും മനസ്സിലായി. ഇത് നമ്മുടെ മോഹനേട്ടൻ അറിയാമല്ലോ, മോഹനേട്ടൻ്റെ തട്ടുകട എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആമ്പല്ലൂർ സ്ഥിരം പോയിരുന്ന കട. അങ്ങനെ ഇവിടെ മറ്റേ എന്തുട്ടാണ് മറ്റേ പഞ്ഞിമിഠായി. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരൊറ്റ പാക്കറ്റേ വാങ്ങിച്ചുള്ളൂ, കാരണം ഇത് കൈ ഒട്ടിപ്പിടിക്കും കുട്ടികൾക്ക്. അങ്ങനെ വന്നപ്പോഴാണ് സോഫ്റ്റ് ടോയുടെ ഏരിയ വന്നത്. പിന്നെ പിള്ളേർസ് നിൽക്കില്ലല്ലോ, അവരുടെ ലോകമാണ്, വളരെ ചെറുതാണ്. പക്ഷേ കുട്ടികൾക്ക് അത് മതി. പിന്നെ കുറേ വൃത്തിയൊക്കെ നോക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും, കാരണം ഇങ്ങനെയുള്ളവിടുത്ത് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവർ വാശി പിടിക്കുകയും ചെയ്യും, നമ്മൾ അവരെ കയറ്റുകയും ചെയ്യും. അങ്ങനെ 100 രൂപയാണ് ടിക്കറ്റിന്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ സന്തോഷ്, നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷിനെ അറിയുന്നത് എനിക്കറിയില്ല, അവ്വേ സന്തോഷ് എന്നാണ് പറയാം. അതായത് ഞങ്ങളുടെ കലാകാരന്മാരുടെ ഇടയിൽ നല്ലൊരു ഡാൻസറാണ് നമ്മുടെ അവ്വേ ഷൺമുഖിയിലത്തെ ഡാൻസ്. പിന്നെ പുതു മാപ്പിളക്കില്ലേ മറ്റേ കമലഹാസൻ്റെ ഡബിൾ റോളായിട്ടുള്ള അത്, അങ്ങനെ കണ്ട അവ്വേ ഷൺമുഖി, അതൊക്കെ ഇവൻ്റെ മെയിൻ ഐറ്റംസ് ആട്ടോ. ഇത് ഇവിടെ കണ്ട പുതിയൊരു ഒരു കാറ്റ് വന്നിട്ട് അതിൽ ബലൂൺ കിടന്ന് പറക്കുകയാണ്. അപ്പോൾ അതിൽ ഡാഡി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കിയ പുതിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടത് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ സന്തോഷിനെ ഞങ്ങൾക്ക് അവിടെ കാണുന്ന യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് കണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ സന്തോഷിനും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഡോണാണ് കണ്ടത്. ഡോൺ ഇങ്ങനെ നോക്കിയപ്പോൾ സൈക്കിള് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ മെയിനായിട്ട് എന്താ പറയുക ഇങ്ങനത്തെ പരിപാടികളാണ് ചെയ്യുക. മറ്റേ ഇവിടെ കസ്തൂരി ഇവിടെ വിഷ്ണു ലോകത്തിലെ ആ ഒരു സംഭവം കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ അതേ പാട്ട് തന്നെയായിരുന്നു ഇന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈക്കിൾ എന്തെന്നാ അതിന് പേര് പറയുക, സൈക്കിൾ യജ്ഞ എന്താ പറയില്ലേ, എൻ്റെ വായിൽ ചില നേരത്ത് മക്കളെ കിട്ടാണ്ടാണ് കേട്ടോ. അല്ലാണ്ട് എന്താ പറയുക, എന്തോ ചില സമയത്ത് നമ്മൾ പറയില്ല, നമ്മുടെ ആവശ്യം നേരത്ത് വരില്ല എന്ന് പറയില്ല, അതാണ് സംഭവം കേട്ടോ. അങ്ങനെ അവൻ്റെ സൈക്കിളിൻ്റെ കാര്യങ്ങളും പിന്നെ കുറേ എന്താ പറയുക കുറേ ഭംഗിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടേതായ സർക്കസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ സർക്കസ് ഫാമിലിയാണ്. അമ്മയുടെ ആങ്ങള പിന്നെ അനിയത്തി ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിസിപ്പൻസ്. ഇവർ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കുട്ടി അതല്ല, ഈ കുട്ടിയുടെ ഉമ്മേനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക വലിയ ഒരു എന്താ പറയുക ഇത് മറ്റേ മോഹൻലാലിൻ്റെ സോങ് കണ്ട പോലെ. അപ്പോൾ അത് കഴിവോളം ഞങ്ങൾ നിന്നു. കാരണം നമ്മളെപ്പോലെയുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊക്കെ തന്നെയല്ലേ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ അവരോട് റെസ്പോണ്ട് ചെയ്തത്. അത് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായി.
ശരിക്ക് സന്തോഷ് ഇങ്ങനെയൊന്നും അല്ല, കുറേയും കൂടി ഉയരങ്ങളിൽ എത്തേണ്ട ആളായിരുന്നു. പക്ഷേ ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഭാഗ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഡിമ്പിളിന് ഭയങ്കര സങ്കടമായി. സന്തോഷേട്ടൻ ഇവിടെ കണ്ടപ്പോൾ, ഇങ്ങനെ ഒരു ഇതിൽ കണ്ടപ്പോൾ സങ്കടമായി. ഡിമ്പിളുടെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ വലിയ സ്റ്റേജുകളിൽ എന്താ പറയുക ഏറ്റവും ഭംഗിയിൽ നിൽക്കുന്ന സന്തോഷേട്ടനെയാണ് അവൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അവൾക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവരുടെ കലയാണ്, അല്ലാണ്ട് അത് വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ താരോത്സവത്തിൽ വെച്ചിട്ടാണ് എപ്പോഴും കാണാറ്. ഇനി സന്തോഷിൻ്റെ അമ്മ ആരാന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വൈറലായ ഒരു അമ്മച്ചിയുടെ ഡാൻസ്, മറ്റേ എന്താണ് ഒരു മധുരക്കിനാവിൻ എന്നുള്ളത്. അത് സന്തോഷിൻ്റെ അമ്മച്ചിയാണ്. ഇതാണ് ആ സന്തോഷും അമ്മച്ചി ഇപ്പോൾ ഇത് കാണുമ്പോൾ എങ്ങനെയാ വെച്ചാൽ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ട്രെയിനിലാണ്, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോണതിന് മുമ്പ് എന്തായാലും കാണാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മമാർ കുറേ പേര് താരോത്സവത്തിൽ പിള്ളേരൊക്കെ ഇങ്ങനെ റിഹേഴ്സലിനും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തിട്ടായിരുന്നു. 15 ദിവസമൊക്കെ ഒരു ഷെഡ്യൂൾ ഉണ്ടാവുക. അപ്പോൾ ഈ 15 ദിവസവും ഞങ്ങൾ അമ്മമാർ അവിടെ ഇവിടെയൊക്കെ നിന്ന് വർത്താനം പറയുകയും ഒരു റൂമിൽ പോയി ഇരിക്കുക, അങ്ങനെയൊക്കെ വലിയൊരു കൂട്ടായ്മയായിരുന്നു ഞങ്ങൾ അമ്മമാർ കേട്ടോ. ഇപ്പോഴും അമ്മമാർ എന്നും മെസ്സേജ് ചെയ്തില്ലെങ്കിലും കാണുമ്പോഴും ഒന്ന് വിളിക്കുമ്പോഴും ആ സ്നേഹബന്ധം എപ്പോഴും ഉണ്ട്. ഇതാണ് സന്തോഷിൻ്റെ അമ്മച്ചി, സന്തോഷിൻ്റെ വൈഫ്, സന്തോഷിൻ്റെ മോള് നേഴ്സിങ്ങിനാന്ന് പറഞ്ഞ് പോയേക്കാണ്, വന്നിട്ടില്ല. അങ്ങനെ എന്താ പറയുക, അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. അമ്മച്ചിക്ക് എന്താ പറയുക നമ്മളെ കണ്ടപ്പോൾ, എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. കാരണം ആരുടെ എന്തെന്നുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷിൻ്റെ കുട്ടിയെ കൊണ്ടുവരുമ്പോഴാണ് അമ്മച്ചി കൂടെ വരിക കൊച്ചിനെ നോക്കാനായിട്ട്, എന്തെങ്കിലും ഒരു പെർഫോമൻസിനൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്നതേ ഒന്നിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. കുറേ കാലങ്ങളായി കണ്ടിട്ട്. താരോത്സവം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡിമ്പിള് 10th പഠിക്കുന്ന സമയത്താണ്, ഒരു 17 വയസ്സിലൊക്കെയാണ് താരോത്സവം ചെയ്തിട്ടുള്ളത്. കാസനോവയൊക്കെ ആ സമയമായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുവരെ എന്ന് പറയുമ്പോൾ വലിയൊരു കാലയളവാണ്. അപ്പോൾ അമ്മച്ചിയും പറയായിരുന്നു ഡിമ്പിള് കുറേ തടി കുറഞ്ഞു, വലിയ കുട്ടിയായി, പക്ഷെ മുഖത്തിനൊരു മാറ്റമില്ല. അങ്ങനെ എന്താ പറയുക കുറേ പഴയ ഓർമ്മകൾ ഒക്കെ അവിടെ നിന്നും കൊണ്ട് പറഞ്ഞു. താരോത്സവത്തിലെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പിള്ളേർ സെറ്റിനെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണത് ഇങ്ങനെ ഫോട്ടോഷൂട്ടിനുള്ള ഒരു ഏരിയ. അപ്പോൾ മങ്കിയുണ്ട്, സിംഹമുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ തല വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഡോണും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ബലൂണ്, പലതരം ഡിസൈനിൽ ബലൂണുകൾ വീർപ്പിച്ചിട്ട്, അപ്പോൾ ഞങ്ങളങ്ങനെ കടന്നു പോയപ്പോൾ പറഞ്ഞു ഇല്ല കുട്ടികൾക്കൊരു ഗിഫ്റ്റ് ആയിക്കോട്ടെ ഇതെന്ന് പറഞ്ഞു. കാരണം അവരുടെ ക്ലോസിങ് ആയി തുടങ്ങി. പിന്നെ കുട്ടികൾക്കൊക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് പമ്പ് ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച്, അതും ഒരു കല, നമുക്കൊന്നും പറ്റില്ല, അവർക്ക് തന്നെ അത് പറ്റുള്ളൂ. അങ്ങനെ ലവ് ആയിട്ടുള്ളത് അവന് കൊടുത്തു. അപ്പോഴാണ് നമ്മുടെയൊക്കെ തോമുവിന് ഒരു പുലിക്കുട്ടനെ കൊടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചു 2 പേരും അവിടെ ഇടിയാവുമെന്ന്. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തൊട്ട് നോക്കിയെന്നല്ലാണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോഹനാട്ടൻ്റെ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ അത് സത്യത്തിൽ മറന്നുപോയി. കാരണം വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്ന് ഇവരെ കണ്ടു. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാർ തന്നെയാണ്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. നമ്മൾ ഒരിക്കൽ ഈ പറഞ്ഞ പോലെ ഈ ഡാൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പെലിക്കൻ ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷിബു. ഈ സമയത്ത് അവരെയൊക്കെ ഓർക്കുകയാണ്, ഡാൻസ് മാസ്റ്റർ ഷിബു ചുള്ളിക്കലുള്ളത്. അങ്ങനെ എന്താ പറയുക, ശരിക്കും ഈ എന്താ പറയുക ഹാർഫസ്റ്റിൽ വന്നെങ്കിലും ഓർമ്മകൾ മൊത്തം താരോത്സവത്തിലേക്ക് കടന്നുപോയി. കാരണം ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മുടെ ഓർമ്മകളാണല്ലോ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകാന്ന് പറയാം. അങ്ങനെ അതേ പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു തമ്മനയിലേക്ക് മമ്മിക്കൊരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് തമ്മനയിലേക്കൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോഴത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ മുകളിൽ നിറച്ച് ആൾക്കാർ നിന്നപ്പോൾ ഡാഡിക്കൊരു പൂതി ഉണ്ടായിരുന്നു കയറി അതിൻ്റെ മുകളിൽ നിന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ താഴേക്കിന്ന്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം ഇനി അവിടെ നിന്ന് കയറിയിട്ട് ഇറങ്ങാനുള്ള, നമ്മൾ ഇത്രയും ദിവസം ഫുൾ പരിപാടികളെല്ലാം അറിഞ്ഞേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറേ നല്ല നല്ല ഓർമ്മകളും ഭയങ്കര സന്തോഷമാണ്. കുട്ടികളെയും കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ തന്നെ 4 പേര് പോയിരുന്ന പോലെയല്ല, കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി സെക്കൻഡ് ഗ്രൗണ്ടാണ് കിട്ടിയത്. അവിടെയും ഫുള്ളായി. പിന്നെ ഈ സമയത്താണ് ഇന്ന് തൈക്കൂടം ബ്രിഡ്ജിൻ്റെ അവരുടെയാണ് മറ്റേ എന്നിട്ടാണ് ഓർക്കസ്ട്ര ഇന്നുള്ളത്.
അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അതിനാന്ന് തോന്നുന്നുണ്ട് എന്താ പറയുക, ചെറുപ്പ കുട്ടികളുണ്ടല്ലോ, ഈ ടീനേജേഴ്സിൻ്റെ ഒഴുക്ക് എന്ന് തന്നെ പറയാം, അതുപോലെയുള്ള തിരക്കായിരുന്നു. നിറച്ച ആൾക്കാരുടെ വരവും പോക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ സമാധാനത്തിൽ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എവിടേക്കാണ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ലത്തീം പള്ളിയിലത്തെ പുൽക്കൂട് നമുക്ക് കാണാം, വേറെ എവിടെയും പോയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രത്യേകിച്ച് ഇന്ന് ചൊവ്വാഴ്ചയും കൂടിയല്ലേ, നമുക്ക് അവിടെ കയറിയിട്ട് പോരാമെന്ന് പറഞ്ഞ് ഡോണാണ് അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, നമ്മളുടെ വീട്ടിൽ ഒരു ആങ്ങളയുടെ സ്ഥാനത്ത്, അപ്പൻ്റെ സ്ഥാനത്ത്, ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് ഒക്കെ ഒരു മകൻ ഉണ്ടായാൽ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. നമുക്കൊരു എന്താ പറയുക, ഭയങ്കര സുഖമാണത്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടാണോ കുശുമ്പ് വന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരു കുട്ടി സ്ഥിരം എനിക്ക് കമൻ്റ് ഇടാറുണ്ട്. ഞാനത് ഇതിൽ കാണിക്കാം കേട്ടോ. കാരണം എന്താ പറയുക, ഗത്യന്തരം ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ പറയില്ലേ, ആളെ മുട്ടിയാൽ ചേരയും കടിക്കുന്നു പറയില്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ അത് ഞാൻ കാണിക്കാം ഈ നല്ലൊരു അവസരത്തിൽ. ആ കുട്ടിയുടെ കാര്യം പറയണില്ല. അങ്ങനെ നമ്മളിതേ അവിടെ ഇതാണ് കേട്ടോ. നിങ്ങൾ ഇന്ന് ഇപ്പം ഇത് കാണുന്നവർ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോവുക, 5 പൈസ ചിലവൊന്നുമില്ല. അതായത് നമ്മുടെ ലത്തീം പള്ളി ഉണ്ടല്ലോ, തൃശ്ശൂർ ലത്തീം പള്ളി, ഹൈ റോട്ടിലുള്ള ലത്തീം പള്ളി എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും, അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയാണ്. അവിടെ നിന്ന് എൻട്രൻസിൽ നിന്ന് തൊട്ട് തുടങ്ങുന്ന സംഭവമാണിത്. ഇതാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇടണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് മിസ്സാവുമെന്ന് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ജീവനുള്ള ആനയൊന്നും അല്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ നിന്നാന്ന് തോന്നുന്നുണ്ട്, തുമ്പിക്കൈൻ്റെ അവിടെ ഒരു ചെറിയൊരു അപാകത തോന്നുന്നു. അപ്പോൾ ഡോൺ പറയായിരുന്നു ഫസ്റ്റ് കാണുമ്പോൾ കറക്റ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ണൊക്കെ നോക്കി, ശരിക്കും അതിൻ്റെ കണ്ണൊക്കെ ചിമ്മി. ഞാൻ ശരിക്കും കടന്ന വഴിക്ക് ശരിക്കുള്ള ആനയാണെന്ന് വിചാരിച്ചേ. ഇതൊന്നുമല്ല. ഇനി നിങ്ങളിത് ഇത് മുഴുവൻ കാണണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം അത്രയും കാണാത്തവർ വീണ്ടും ഞാൻ പറയുന്നു, 5 പൈസ ചിലവിൽ ലത്തീം പള്ളിയിലാണ്, നമ്മുടെ തൃശ്ശൂരുള്ള ലത്തീം പള്ളിയിലാണ്. അവിടെ ചെന്ന് ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ കിടക്കുമ്പോൾ കാണാൻ കുറേ കാഴ്ചകളുണ്ട്. എനിക്ക് ഹാർഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് വേറൊരു ഇതാണെങ്കിൽ ഇത് എന്താ പറയുക, നല്ലൊരു മനസ്സിനൊരു ഭയങ്കര സന്തോഷം. കാരണം കുറേ കലാകാരന്മാരുടെ കയ്യൊപ്പോട് ഉണ്ടായിട്ടുള്ള അത്ര ഭംഗിയുള്ള ഓരോ സംഭവങ്ങൾ. ഇത് കണ്ടു, നമ്മുടെ ചെമ്പരിയാടിനെയാണ് ഇത് ഇട്ടേക്കണത്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് തന്നെയായാലും മുടങ്ങാണ്ട് മിസ് ചെയ്യരുത് കേട്ടോ. കാരണം അവർക്കൊക്കെ ഒന്ന് തൊട്ട് നോക്കാനും അവർക്ക് അതിനെക്കുറിച്ച് പറയാനും അറിയാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. നമ്മൾ സിനിമകളിൽ കാണാനും കുട്ടികൾക്ക് അങ്ങനെ സിനിമ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇന്നതാന്ന് പറയുമ്പോഴേക്കും ആ സീൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് അവരോട് ഇതാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് ഡിവൈൻ്റെയും ഡോണ്ടിയും കൂടെ വന്ന കാരണം അവനിതൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ പാച്ചുവിനെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പാച്ചു അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ശരിക്കൊരു 1/4 മണിക്കൂർ നടന്ന് കാണാനുള്ളതുണ്ടായിരുന്നു. മുകളിൽ കണ്ടു മങ്കി നിൽക്കണ കണ്ടു, മങ്കി. പിന്നെ ഇവിടെ അതേ ബാറ്റ്, പിന്നെ ഒരു ഗുഹയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിക്കട്ടോ മമ്മി, വീഴണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഒരു ഗുഹയിൽ കൂടെ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ നടക്കാവുന്ന വഴിയുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഗുഹയിൽ കൂടെ കടന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ നമ്മുടെ എക്സിബിഷനിലൊക്കെ കാണില്ലേ, അലർച്ചയും അതും ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ശരിക്കും ലൈറ്റ് ഇപ്പോൾ കുറവായെന്നാണ് പറഞ്ഞിട്ടോ. അന്ന് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ പാച്ചു തോമു വന്നിട്ട് കാങ്കരൂവിനെ കണ്ടു അമ്മാമ്മേ വയറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് നോക്കിയപ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലേ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ പഠിച്ച കുറേ സാധനങ്ങൾ, അതായത് പുസ്തകത്തിൽ കണ്ടു മറന്ന കുറേ സംഭവങ്ങൾ അവർ നേരിട്ട് കാണുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു സന്തോഷം കാണുമ്പോണ്ടല്ലോ നമുക്കത് ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടു ഫുള്ള്. അപ്പോൾ അമ്മാമ്മ മഷ്റൂം ഇത് ഇങ്ങനെ ഓരോന്നും കുട്ടികളിങ്ങനെ മാറി മാറി പറയണ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷം. നമ്മളുടെ മക്കൾ മാത്രമല്ല കേട്ടോ, കുറേ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഓടിച്ചാടി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടോ ക്രോക്കഡൈൽ അവിടെ നിന്നിട്ട് മുതല. അപ്പോൾ അവരത് കൈയിടാൻ നോക്കി. അപ്പോൾ ഒരാൾക്ക് പേടിയപ്പോൾ തോമു പറഞ്ഞു കൊടുക്കണ്ടേ, പേടിക്കേണ്ട, ഇതല്ല, അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ എന്താ പറയുക, കാണാൻ നല്ല രസം. ഇത്രയും ഭംഗിയിലാണ് ലത്തീം പള്ളി ചെയ്തതെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര രസമായിട്ടുണ്ട്. എന്തായാലും വലിയൊരു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. കാരണം ഇതുപോലൊരു വേദി എനിക്ക് തോന്നുന്നു, അതും 5 പൈസ പോലും ടിക്കറ്റോ അതൊന്നുമില്ല, നല്ല ഭംഗിയുള്ളൊരു
സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മുടെ തൃശ്ശൂരും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളൊരു അഭിമാനം തോന്നിയിട്ടോ. പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരം പോകുന്ന പള്ളിയാണ്. നിങ്ങൾക്കറിയാലോ, ചൊവ്വാഴ്ച ദിവസം അന്തോണിസ് പുണ്യാളുടെ അവിടെ പോണതും നാവെടുത്ത് വെക്കുന്നതും കുർബാനയ്ക്ക് കാശ് കൊടുക്കുന്നതും ഒക്കെ ഞാനിവിടെയാണ്. അപ്പോൾ നമ്മളുടെ എന്നും പോകുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷമാണ്, നമ്മളുടെ എന്നൊരു തോന്നലാണ്. അങ്ങനെ ദേ കുതിരേനെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതിപ്പോൾ ശരിക്കും ഒരാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ ആ ഫ്രഷ്നെസ് പോയി. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര ഭംഗിയിലാണ് എല്ലാതും സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകണം, ഒരു വട്ടെങ്കിലും ഇത് കണ്ടിരിക്കണം. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ പടയെന്ന് പറഞ്ഞിട്ട് നശിപ്പിച്ച് കളയാനുള്ളത്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്. അപ്പോൾ അങ്ങനത്തെ കണ്ടോ, ജിറാഫ്, ഒരുവിധം എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഒരു കാഴ്ച ബംഗ്ലാവിൽ പോണ പ്രതീതിയായിരുന്നു. പക്ഷേ കാഴ്ച ബംഗ്ലാവിൽ ഇപ്പോൾ പോയാൽ ഇതൊന്നുമില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യലും എടുക്കലൊക്കെയാണ്. അപ്പോൾ ശരിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കൊരു 5 പൈസ കൊടുക്കാണ്ട് ഒരു കാഴ്ച ബംഗ്ലാവിൽ പോയി സന്തോഷിച്ച ഒരു പ്രതീതി കിട്ടും കേട്ടോ. അത് ശരിക്കും ഉച്ചതിരിഞ്ഞ് പോവുകയാണ് നല്ലത്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൂടി ഉണ്ടാവാൻ വഴിയുണ്ട് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ. കാരണം ഇട്ട വഴിക്ക് അത് ഊരില്ലല്ലോ, അത്രയും ഭംഗിയിൽ കിടക്കണേ. അതോ ഇനി ചൊവ്വാഴ്ച വരെ ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ആ ആർച്ചും കാര്യങ്ങളും ഒക്കെ. ഇത് ഫുള്ള് ഇങ്ങനെ ഇപ്പോഴത്തെ ആ ട്രീ ഉണ്ടല്ലോ, ആ ട്രീ വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ പല കളറിൽ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ശരിക്കും ഒരു സ്ട്രീറ്റ് എന്നൊക്കെ പറയാം. പിന്നെ ഇതൊക്കെ അതേ ഇങ്ങനത്തെ കുറേ തുമ്പികൾ, ബട്ടർഫ്ലൈ, അത് ഇതൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. റെയിൻഡിയേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാർ വന്ന് നിന്നിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാമായിരുന്നു, അയ്യോ ഡിവൈൻ ഇട്ടില്ലേന്ന് ചോദിച്ചു ഞാൻ. ചിലപ്പോൾ ഡിവൈൻ ഇട്ടിട്ടുണ്ടാവും, ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയിട്ടോ. കാരണം ഇത് കുറേ പേർക്കൊന്നും ഒന്ന് കാണാനുള്ള ഒരു അവസരമാണ്. ഡിവൈൻ ഇടാൻ ചാൻസ് ഉണ്ട്, കാരണം ഡിവൈൻ പോയിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഇപ്പോൾ അവരില്ല, അവർ കോട്ടയത്തേക്ക് പോയേക്കാണ്. അവർക്കൊരു കുർബാന സ്വീകരണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയേക്കാണ്. രാവിലെ പോയി, ഇനി രാത്രിയാവും എത്തുമ്പോൾ. ഇന്ന് തന്നെ മടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നിങ്ങൾക്കും ഇപ്പോൾ തോന്നുന്നില്ലേ ഇത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇമ്പളെല്ലാതും ഇങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ. അപ്പോൾ മാലാഖയും എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചെന്ന് കണ്ട് അറിയുക വേണം. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കണ്ടതെന്നുള്ളത്. അങ്ങനെ ഇവിടെ ഫുൾ പഞ്ഞിയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടോ. കംപ്ലീറ്റ് ഉണ്ടായിരുന്നു മഞ്ഞ് കാണിക്കാനായിട്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ശരിക്കും 23-ാം തീയതി തൊട്ടാന്ന് തോന്നുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പറന്നു പോയിട്ടുണ്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാറ്റ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കംപ്ലീറ്റ് നല്ല കാറ്റാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ പറന്നു പോയിട്ടാണ്. എന്നാലും എന്താ പറയുക, നമുക്ക് മനസ്സിലാവും ഇത് മഞ്ഞാണ് ഉദ്ദേശിച്ചിരിക്കണേന്നും. റെയിൻഡിയർ കണ്ടതേ, ക്രിസ്മസ് ഫാദർ ഗിഫ്റ്റും കൊണ്ടുവരണു. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ശരിക്കും അവർ ഉണ്ടാക്കി ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് നമ്മളെപ്പോഴും പറയില്ലേ, തിയറിയേക്കാൾ പ്രാക്ടിക്കലാണ് നല്ലത്. നമ്മൾ കേട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് അറിഞ്ഞ് പടത്തിൽ കൂടെ കാണുന്നേക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതാണ്. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണോ ഇത് തോന്നണതെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മാലാഖ മുകളിൽ നിൽക്കണം. അപ്പോഴാണ് താഴേക്ക് നോക്കിയപ്പോൾ നമ്മളുടെ പുൽക്കൂട്. ഇതാണ് പുൽക്കൂട്. ഇതിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതുവരെ കണ്ടത്. നല്ല വലിയ രൂപമായിരുന്നു കേട്ടോ ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ണി കുറച്ച് ചെറുതായി എന്ന് പറഞ്ഞപ്പോഴാണ് ഡിംപിൾ പറയണേ, മമ്മി ഉണ്ണിക്ക് എത്ര വലുതെന്ന് പറഞ്ഞാലും ഒരു പരിധിയിൽ വിട്ട് ഉണ്ണിയെ കാണിക്കാൻ പറ്റില്ലല്ലോ, കാരണം ജനിച്ച അപ്പോഴത്തെ ഉണ്ണീനെയല്ലേ കാണിക്കാമെന്ന്. അപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ എന്ന്. കാരണം മറ്റു രൂപങ്ങളൊക്കെ നല്ല വലുതായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഉണ്ണിയും ഔസേപ്പിതാവും മാതാവും. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോൾ ഇതൊക്കെ കണ്ടാലും ഇവിടെ വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ക്ഷമാശീലനായ ഔസേപ്പിതാവും, പിന്നെ എന്താ പറയുക, ഏറ്റവും എളിമയുള്ള മാതാവും, പിന്നെ ഉണ്ണീശോയും ഇതൊക്കെ കണ്ട് ആ ഒരു ഭക്തിയിൽ നമ്മളിതാ കയറി പോകുമ്പോൾ നമ്മൾ സാധാരണ അന്തോണിസ് പുണ്യാളുടെ നൊവാനയ്ക്ക് ചെന്ന് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മൾ നാവൊക്കെ വെക്കുന്നത്, അവിടേക്കാണ് വന്ന് കയറണത്. ആ സ്റ്റെപ്പ് അതായത് അപ്പുറത്ത് കൂടെ ഇറങ്ങി ഇപ്പുറത്ത് കൂടെ നമ്മൾ കയറുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മനസ്സിന് ഒരു സന്തോഷവും ഒരു ഭക്തിയും ഒക്കെ കൂടെ നിറഞ്ഞ് ഇവിടെ വരുമ്പോൾ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ധ്യാനത്തിനോടനുബന്ധിച്ച് കുർബാനയും പാതിര കുർബാന ഉണ്ടെന്നാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന് ഞങ്ങളൊരു നാവൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ചൊവ്വാഴ്ചകളിലും നമുക്ക് നന്ദി പറയാനായിട്ട് ഓരോ കാര്യങ്ങളാണ്.
അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഈ ചൊവ്വാഴ്ച ഞങ്ങൾ പോയി പറഞ്ഞത് പാച്ചു ഇഷ്ടംപോലെ വർത്താനം പറഞ്ഞ് എന്താ പറയുക, ഇനി ഇതുപോലെ അങ്ങോട്ട് തമ്പുരാൻ മുന്നിലേക്ക് കൊണ്ടു തന്നാൽ മതി. അപ്പോൾ ഈ അന്തോണീസ് പുണ്യാളുടെ രൂപം ഇതാണ് അവിടുത്തെ മെയിൻ സംഭവം പുറത്തത്തെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് വിശുദ്ധ അന്തോണീസിൻ്റെ കരങ്ങളിലിരുന്ന് സംസാരിക്കുന്ന നവജാത ശിശു. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ കുറേ ഇത് അവിടെ ഉണ്ട്. പിന്നെ പിശാചുബാധിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് കുട്ടികളെ സംസാരിക്കാണ്ടാവുമ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ, അതുപോലെ ഈ പറഞ്ഞ പോലെ പൈശാചികത വല്ലതും ഉണ്ടെങ്കിൽ അത് പോവാൻ, ഇതിനൊക്കെയാണ് ശരിക്ക് നമ്മൾ അന്തോണീസ് പുണ്യാളനോട് ശരി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഞങ്ങൾ കൊച്ചിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിനോടനുബന്ധിച്ച് ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു. അവിടെ അന്തോണീസ് പുണ്യാളുടെ കുരിശുപള്ളിയാണ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുഞ്ഞിലേ തൊട്ട് എൻ്റെ മനസ്സിൽ ആ ഒരു അന്തോണീസ് പുണ്യാളുടെ ആ ഒരു ഇതാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ വെള്ളയപ്പങ്ങാടിയിൽ വന്നു. അവിടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ ഞങ്ങൾ കളിച്ച് വളർന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ആൻ്റപ്പൻ നമ്മുടെ പപ്പയുടെ കണ്ണംകുളങ്ങരയിൽ പപ്പയുടെയും റോസേച്ചിയുടെയും മകനാണ്. അപ്പോൾ ഇവൻ്റെ വൈഫ് മരിച്ചു, 1 വർഷം ആവണുള്ളൂ. ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവിടെ വെള്ളയപ്പത്തിൻ്റെ ബിസിനസ്സാണ് അവർക്ക്. അപ്പോൾ അവിടെ നിന്ന് വെള്ളയപ്പം വാങ്ങി, അപ്പോൾ നമ്മൾ പരിചയമുള്ളിടത്ത് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ പിള്ളേർ ഇവിടെ ഭയങ്കര ബഹളാട്ടോ. അതാണ് ഈ ഇടയ്ക്ക് ബ്ലാങ്കായിട്ട് കാണുന്നത്. അപ്പോൾ സമയം ഇതിൽ 8:10. അങ്ങനെ ഞങ്ങളിതേ അവനോട് വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഇവിടേക്ക് വന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് വന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവരൊക്കെ പറയായിരുന്നു ഇപ്പോഴും ഈ സ്നേഹമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു പണ്ടത്തെ സ്നേഹബന്ധങ്ങൾ എപ്പോഴും നമ്മൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടാലും ആ സ്നേഹം മനസ്സിൽ നിൽക്കും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഹായ് ബായ് പറഞ്ഞിട്ട് പോകുമ്പോൾ ആ ഒരു ചപ്പടാച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ബന്ധവും സ്നേഹമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് ആ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഈ 80കളിൽ 90കളിലുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാരണം അങ്ങനെ സ്നേഹം കിട്ടാൻ നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കാര്യമില്ല. അപ്പോൾ ഇത് ലൂർദ് പള്ളിയിലത്തെയാണ് കേട്ടോ. അപ്പോൾ ലൂർദ് പള്ളിയിലത്തെ അങ്ങനെ അത്ര അധികം കാണാനൊന്നുമില്ല. പിന്നെ കുട്ടികൾ ക്ഷീണിച്ചു. അപ്പോൾ ഇനി അവിടെ കയറണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോന്നു. അപ്പോഴേക്കും കിടാങ്ങൾക്കൊക്കെ ശരിക്കും ദാഹിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ ഇറങ്ങി ഒരു കോപ്പി ജ്യൂസൊക്കെ കുടിച്ച്. അപ്പം ഇവിടെ ഉണ്ണീശോ പള്ളിയുടെ പെരുന്നാൾ ഇന്നാണ്, ജനുവരി 1-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുട്ടികളെയും കൊണ്ട് പോകണം. പാച്ചുവും തോമും ചാക്കോച്ചനും ഇവരും വന്നിട്ട് വേണം. അങ്ങനെ ഞങ്ങൾ നേരെ ബിസ്മിയിലേക്ക് പോയി. കാരണം നമ്മൾ രാത്രിയിലേക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഉച്ചയ്ക്ക് ഞങ്ങൾ തട്ടിക്കൂട്ടിയല്ലേ കഴിച്ചേ. അങ്ങനെ ബിസ്മിയിൽ പോയി. അപ്പോൾ അവിടെ ബിസ്മിയിൽ പേസ്റ്റ് എന്നാണ് പറയുക, ചിക്കൻ പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് മറ്റേ എന്താ പറയുക, ചില്ലി ചിക്കൻ്റെ ഒക്കെ ഏകദേശം ഫ്ലേവർ, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതും ചിക്കൻ കൊണ്ടാട്ടവും പിന്നെ ഒരു മസാലക്കറിയും വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോന്നു. അപ്പോഴാണ് ഇവിടെ ചാക്കോച്ചിന് മെഡിസിൻ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിർത്തി. കാരണം ഞാൻ പറഞ്ഞില്ലേ അവന് ചെറുതായിട്ട് പനിയുണ്ടെന്ന്. അപ്പോൾ പനിയുടെ മെഡിസിനൊക്കെ കൊടുത്തെങ്കിലും എപ്പോഴും യാത്ര പോകുമ്പോൾ എപ്പോഴും കയ്യിൽ പിടിക്കാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിസിൻ വാങ്ങി കയ്യിൽ വെച്ചു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയും മോനും ഞങ്ങളെ കാത്തിരിക്കുക. ഞങ്ങൾ വിചാരിച്ചു ചാക്കോച്ചൻ ഉറങ്ങിയിട്ടുണ്ടാവുന്നു. അവൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എപ്പോഴുള്ളതാണ് വണ്ടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ വിചാരം ഇവർ തള്ളുമ്പോഴാണ് വണ്ടി കാർ പോർച്ചിൽ പോയി നിൽക്കണേന്നാ. എവിടെ വണ്ടി നിന്ന് കഴിഞ്ഞിട്ടാണ് ഇവർ തള്ളണത് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഈ വണ്ടി വന്ന് നിൽക്കുമ്പോൾ കാർ പോർച്ചിലേക്ക് തള്ളുക എന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസം, അതായത് ലാസ്റ്റ് കൊല്ലത്തിൻ്റെ അവസാന ദിവസം, 2024 അവസാന ദിവസം വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ നേരം സംസാരിക്കാനും എടുക്കാനും നിന്നില്ല. കാരണം പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെ അവർക്ക് പോകണം. അപ്പം ഞാൻ ബാക്കി വെച്ച പണിയാണ് വേപ്പില ഊർത്തിടലും മല്ലിയില നന്നാക്കിയിട്ടില്ല. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ വേഗം ചെയ്തു. കാരണം വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ചെപ്പുകളിലാക്കി വെച്ചു. അതോടുകൂടി വൈനൊക്കെ ഒന്ന് പകർത്തി വെച്ചു. കാരണം വൈനൊരു ചെറിയൊരു ബോട്ടിൽ വൈൻ കൊടുത്തയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ പാച്ചൂട്ടനും ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നു. അപ്പുറത്ത് പാച്ചുട്ടൻ കരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം പോവുക. കാരണം ഞാൻ ഈ സമയത്ത് ഒരിക്കലും വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കാറില്ല. കാരണം എനിക്കറിയാം പിള്ളേർസ് ആരെങ്കിലുമൊക്കെ അലമ്പുണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കറി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വൈൻ പകർത്തിന്ന്. അപ്പോൾ വൈനും കൂട്ടി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് എല്ലാവരും കിടക്കാൻ പോയി.
പിന്നെ എന്താ പറയുക, പിന്നെ ഇതുവരെയുള്ള വിശേഷങ്ങൾ, അതായത് ഡിവൈൻ ദേവി മറ്റേ ഹൈ ചെയർ വാഷ് ചെയ്യണം ഇന്ന് ഫുൾ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നലത്തെ വിശേഷം കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ ഡിംപിളുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഡിംപിളുടെ വീഡിയോ ഓൾറെഡി ഒരെണ്ണം ഇന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് നോക്കിയപ്പോൾ ഒരു ആൻസ് എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി സ്ഥിരം എല്ലാ വീഡിയോസിലും വന്നിട്ട് പല ഐഡിയയിൽ വന്നിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് വരെ ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ കമൻസ് വഴിയും അധികം ഒന്നും പറയാറില്ല. പക്ഷേ നമ്മൾ പറയില്ല എന്ന് വയ്ക്കും തോറും ഈ കുട്ടി അതിര് കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. എനിക്കോ ഡാഡിക്കോ ആൻസിൻ്റെ പാരൻസിനോ ഇല്ലാത്ത ബുദ്ധിമുട്ട് കുട്ടിക്ക് വേണ്ട. അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ ID @AnsV2. ഇതാണ് സംഭവം. 9 വർഷമായിട്ടുണ്ട്. 4 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇയറെങ്കിലും ബ്രദറിൻ്റെയും ഇൻലോസിൻ്റെയും പ്രൈവസി കളയാതെ അവരുടെ ഈ ലൈഫ് കൂടി സ്പോയിൽ ചെയ്യാതിരിക്കുക. ഈ ഇയറെങ്കിലും ആൻസിൻ്റെ കൂടെ വല്ലപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഈ ഇയറെങ്കിലും ആൻസിൻ്റെ അമ്മായിയും അച്ഛനെയും കൺസിഡർ ചെയ്ത് അവരുടെ കൂടെ അവരുടെയും കൂടെ കൊച്ചുമകനാണ്. ഈ ഇയറെങ്കിലും മമ്മിയും പപ്പയും ഒന്ന് ഫ്രീ ആക്കാൻ അവരും ഏജ്ഡാണ്. ഈ ഇയറെങ്കിലും കപ്പിൾ ഓർ ഫാമിലിയായി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കൂ. അപ്പോൾ ഇതിൻ്റെ മറുപടി ഞാൻ വിശദമായിട്ട് ആനിന് ഞാൻ തരാം. കാരണം ഈ കുട്ടിക്ക് കുറേ സംശയങ്ങളുണ്ട്. ഡിംപിൾ ഡൈവേഴ്സാണോ? ഡിംപിൾ അവിടേക്ക് പോവില്ലേ? കൊച്ചുമക്കളെ അവർക്ക് വേണ്ടേ? ഞങ്ങൾക്ക് വയസ്സായില്ലേ? ഞങ്ങൾ ഫ്രീ ആകാൻ. ആനിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരിട്ട് ചോദിക്കുക. കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിൽക്കണ്ട. കംപ്ലീറ്റ് ഉത്തരങ്ങൾ ഇന്നതേ 1-ാം തീയതി പുതിയ വർഷം എല്ലാത്തിൻ്റെയും മറുപടി ഞാൻ തരാം. ഇല്ലെങ്കിൽ ആനിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കണം. ആനിൻ്റെ കാര്യം തള്ളിക്കളഞ്ഞേക്ക്. മാതാവിൻ്റെ അമ്മയുടെ പേരിട്ടിട്ട് ഈ വക വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ച് ഇതൊന്നും അല്ല, കുറേ ഉണ്ടായിരുന്നു, ഞാനിതൊന്നും കാണിക്കേണ്ട. പക്ഷേ ഇതെങ്കിലും കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ പതിവ് പോലെ ഇന്നത്തെ ഫുൾ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ഒന്നും കൂടിയും ഹാപ്പി ന്യൂ ഇയർ.